വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപദർശന യോഗത്തിൽ ഭഗവാൻ അർജുനന് നൽകിയ ഉപദേശങ്ങളെ നമുക്ക് കോർത്തിണക്കി മനസ്സിലാക്കാം. പ്രപഞ്ചസ്വരൂപിയായ ഏകനായ പരമാത്മാവിനെക്കുറിച്ച് ഭഗവാനിൽ നിന്നും ഉപദേശം ലഭിച്ച അർജുനൻ ആ ദിവ്യരൂപം കാണാൻ ആഗ്രഹിച്ച് ഭഗവാനോട് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. സാധാരണ കണ്ണുകൾ കൊണ്ട് ഉള്ളിലെ വിശ്വരൂപം കാണാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഭഗവാൻ തൻ്റെ ഭക്തനായ അർജുനന് ശുദ്ധമായ മനസ്സിൽ ദിവ്യമായ ആത്മപ്രകാശമാകുന്ന ദിവ്യ ചക്ഷുസ് നൽകി അവനെ വിശ്വരൂപ ദർശനത്തിന് യോഗ്യനാക്കുന്നു. അങ്ങനെ ഭഗവാന്റെ വിശ്വരൂപ ദർശനം അർജുനൻ കാണുന്നു. ഏകനായ പരമാത്മാവിൽ ബ്രഹ്മലോകം മുതൽ പാതാളം വരെയുള്ള സകല ലോകങ്ങളും ചരവും അചരവുമായ സകല വസ്തുക്കളും അർജുനൻ ദർശിച്ചു. അഗ്നിജ്വാലകളോട് കൂടിയ കൂർത്ത പല്ലുകളുള്ള അനേകം വായുകളും തീ പാറുന്ന കണ്ണുകളും ജ്വലിക്കുന്ന മുഖങ്ങളും അനേകം കൈകളോടുകൂടി വിശ്വം മുഴുവനും നിറഞ്ഞിരിക്കുന്ന വിശ്വരൂപം കണ്ട് അതിൻ്റെ അതിയായ ചൂടും പ്രകാശവും സഹിക്കാൻ വയ്യാതെ അർജുനൻ പേടിച്ചു വിറയ്ക്കുന്നു. ദിശദിക്കുകളൊന്നും അറിയാൻ വയ്യാത്ത ആകാശം മുതൽ ഭൂമി വരെ വ്യാപിച്ചിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിൽ അർജുനൻ ഭയങ്കരമായ കാഴ്ചകൾ കാണുന്നു. നല്ലവരായ സജ്ജനങ്ങളും ദേവന്മാരും ഋഷികളും വിശ്വരൂപത്തെ ഭയത്തോടെ നോക്കി കണ്ട് തൊഴുന്നു, നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു. എന്നാൽ ദുഷ്ടന്മാരായ കൗരവന്മാരും കർണൻ, ജയദ്രഥൻ, ദ്രോണർ, ഭീഷ്മർ മുതലായ ശ്രേഷ്ഠന്മാരും ഭഗവാന്റെ അഗ്നി വമിക്കുന്ന വായിൽ ഓടിക്കയറി ചിലർ വായിൽ മറയുന്നു, ചിലർ കൂർത്ത പല്ലുകൾക്കിടയിൽപ്പെട്ട് പൊടിഞ്ഞ് ചിതറുന്നു. ഭഗവാൻ തൻ്റെ ചുണ്ടിൽ പറ്റുന്ന മാംസധൂളികളെ നക്കി നുണയുന്നു. ഈ ഭീകരക്കാഴ്ചകൾ കണ്ട് നടുങ്ങിയ അർജുനൻ എന്താണ് ഈ കാഴ്ചകൾക്ക് കാരണമെന്നും അങ്ങ് ആരാണ് എന്നും ഭീതിയോടെ ഭഗവാനോട് ചോദിക്കുന്നു. ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാം. അർജുന, ഞാൻ കാലസ്വരൂപനാണ്. ദുഷ്ടന്മാരെ നശിപ്പിച്ച് നല്ലവരെ രക്ഷിച്ച് ഭൂമിയെ പരിപാലിക്കാനാണ് ഞാൻ ഈ ഘോരരൂപം എടുത്തിരിക്കുന്നത്. യുദ്ധത്തിൽ ബന്ധുക്കളെ കൊല്ലാനുള്ള ദുഃഖം കൊണ്ട് നീ തളരുകയേ വേണ്ട. നീ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും ശത്രുക്കൾ മുഴുവനും നശിക്കും. കാരണം ഞാൻ അവരെ കൊന്നു കഴിഞ്ഞു. അവരെല്ലാം മരണത്തിന് തയ്യാറായി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. നീ ഉണർന്ന് നിൻ്റെ കർമ്മമായ യുദ്ധം ചെയ്ത് അവരെ വീഴ്ത്തിയാലും നീ നിമിത്തമാത്രമാണ് അർജുന. എന്ന് വെച്ചാൽ നീ എൻ്റെ കൈകളിലെ ഉപകരണമാണ്. ഞാനാണ് കൊല്ലുന്നത്. ഞാൻ ശ്രേഷ്ഠ വില്ലാളിയാണ് എന്നുള്ള അഹങ്കാരമൊന്നും ആവശ്യമില്ല. എൻ്റെ ഇച്ഛയാണ് ഞാൻ നിന്നിലൂടെ നടപ്പാക്കുന്നത്. അതിനാൽ നീ നിൻ്റെ കർമ്മമായ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് സമൃദ്ധമായ രാജ്യം അനുഭവിച്ചാലും എന്ന അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നു. ഭഗവാന്റെ ഉപദേശം കേട്ട് അഹങ്കാരം നീങ്ങിയ അർജുനൻ അജ്ഞതയിൽ നിന്ന് മോചിതനായി ഭഗവാനെ ദണ്ഡ നമസ്കാരം ചെയ്ത പാപങ്ങൾക്ക് ക്ഷമായാചനം ചെയ്യുന്നു. തുടർന്ന് ഈ ഉഗ്രരൂപം മാറ്റി സൗമ്യഭാവത്തിൽ ദർശനം തരണമേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു സ്വരൂപനായും തുടർന്ന് പാർത്ഥസാരഥി രൂപത്തിലും ദർശനം നൽകി അർജുനനെ ആനന്ദിപ്പിക്കുന്നു. അർജുന, നിൻ്റെ അനന്യഭക്തി കൊണ്ടാണ് എൻ്റെ വിശ്വരൂപം നിനക്ക് ഞാൻ കാണിച്ചു തന്നത്. തപസ്, പൂജ, ദാനധർമ്മങ്ങൾ ഇവ കൊണ്ടൊന്നും ഈ രൂപം കാണാൻ സാധ്യമല്ല. ഇതിനു മുമ്പ് ആരും തന്നെ ഈ രൂപം കണ്ടിട്ടുമില്ല.
അതിനാൽ നീ കൂടുതൽ കൂടുതൽ എന്നിൽ മനസ്സർപ്പിച്ച് എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് എല്ലാ ജീവാത്മാക്കളെയും സമഭാവനയോടെ കണ്ട് എന്നെ പ്രാപിക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടെ ജീവിക്കുക എന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. ഈ ഉപദേശങ്ങളെ സഞ്ജയൻ ധൃതരാഷ്ട്ര രാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ പാണ്ഡവന്മാർ ജയിക്കും എന്നും കൗരവന്മാർ നശിക്കും എന്ന് പറഞ്ഞ കാര്യം രാജാവ് കേട്ടിട്ടും സഞ്ജയൻ രാജാവിനെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. പക്ഷേ തൻ്റെ മക്കളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം തടയണമെന്ന വിചാരം രാജാവിന് ഉണ്ടാകുന്നില്ല. ഭഗവാൻ എന്താണോ നമുക്ക് വിധിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ബുദ്ധിയാണ് ഭഗവാൻ നമുക്കുണ്ടാക്കി തരുന്നത്. ശരീര മനോബുദ്ധികളെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരേ വിശ്വരൂപം ദുഷ്ടന്മാരെ പേടിപ്പെടുത്തി സ്വയം നാശത്തിലോട്ട് നയിക്കുന്നു. നല്ലവർക്ക് ഭക്തിയും ഈശ്വരപ്രേമവും വർദ്ധിപ്പിച്ച് അവരെ ഭഗവാനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും പ്രേരിപ്പിക്കുന്നു. അനന്യഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അർജുനൻ്റെ സഖാവും ബന്ധുവുമായ പാർത്ഥസാരഥിയായ കൃഷ്ണനും ചതുർബാഹുവായ മഹാവിഷ്ണുവും പ്രപഞ്ചസ്വരൂപിയായ ഉഗ്രവിശ്വരൂപവും എല്ലാം ഒരേ ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ്. ഇതേ ആത്മചൈതന്യം തന്നെയാണ് ഓരോ ജീവാത്മാവിലും പ്രകാശിക്കുന്നത്. ഈ അറിവ് നമുക്കുണ്ടാക്കി തന്ന് നമുക്ക് ഭഗവാനോട് കൂടുതൽ ഭക്തിഭാവം വളർത്താനാണ് അർജുനനിലൂടെ ഭഗവാൻ നമുക്കും വിശ്വരൂപ ദർശനം കാണിച്ചു തന്ന് നമ്മെ ഭക്തിയുടെ മാർഗത്തിൽ നയിക്കുന്നത്. ഭഗവാനെ കൂടുതലായി നമുക്ക് അറിയാനും ഭക്തിഭാവം വളർത്താനും ഈശ്വരാർപ്പണമായി കർമ്മങ്ങളെ ചെയ്യാനും വിശ്വരൂപിയായ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.